ബന്ധപ്പെട്ട് നേരത്തെ സീനിയർ വിദ്യാർത്ഥികളുടെ പ്രശ്നമായിരുന്നു. ഇവിടെ നിന്ന് കുറെ ഈ ബർമൂഡ പോലെയുള്ള ഐറ്റംസ് അതിനകത്തിടാൻ പോയി, ബനിയന്. പക്ഷെ അതവരവിടെ ആദ്യം ഇടാൻ സമ്മതിച്ചില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകും പ്രശ്നമാണ്. അത് പിന്നെ ഊരിച്ച്. പിന്നെ രണ്ടാമത് ഇവിടെ വന്ന് ഫുൾ കൈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകണം, അങ്ങനെ ഇട്ടുകൊണ്ട് പോയി. പിന്നെ ഈ ഇടയ്ക്ക് അവന്റെ മുടി പറ്റ വെട്ടിച്ചെന്ന് അവര്. അല്ലാതെ അതിനകത്ത് കയറാൻ പറ്റൂല. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അവന്റെ ഹോസ്റ്റലിൽ ഫസ്റ്റില് അവൻ അഡ്മിഷൻ ആക്കാൻ പോയപ്പം ഇതിന്റെ ബാഗ് കംപ്ലീറ്റ് കുപ്പിയായിരുന്നു. ബിയർ അടിക്കണേ, മത്തി അടിക്കണേ കുപ്പിയാണ്. ഇവൻ തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെന്താ ഇവിടെ ശരിയാകൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേറെ സീനിയർ പയ്യന്മാരും ഇവിടെ നിന്ന് പടി എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. എച്ചോടിയായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ നല്ല പഠിക്കണോണ്ട് ഇദ്ദേഹത്തെ ഇവനെ കണ്ടുകൂടാ. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവന് മാർക്കുകൾ കട്ട് ചെയ്ത്. പിന്നെ ഇവനെ പുഴുത്ത പട്ടിയെ പോലെയാണ് നിന്നെ കാണുന്നത്. ഞാൻ ഒരാളെ വന്നിട്ടുണ്ട് നേരത്തെ, നിനക്കറിയാടാ. ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ തമിഴ്നാടിയുള്ളതാണ്. മുമ്പ് സസ്പെൻഡൊക്കെ ചെയ്തിട്ടുള്ളതാണ് നിങ്ങേര. അപ്പോഴിപ്പോൾ കണ്ണൂർ വന്ന് ഇയാള് വിവാഹം കഴിഞ്ഞ് അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ ഇയാളുമായിട്ട് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഒരു കോളേജിൽ ഇങ്ങനെ പ്രിൻസിപ്പലിനോട് ഇവൻ തന്നെ നേരിട്ട് പറഞ്ഞു. അപ്പോഴിങ്ങനെ ശകാരിച്ചത്. നമ്മളല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. എച്ച്.ഒ.ഡി ഭയങ്കര പ്രശ്നക്കാരനെന്നാണ് പറയണത് കുട്ടികളെല്ലാം പറയണത്. പക്ഷെ ഞാൻ ഒരു ദിവസം പ്രിൻസിപ്പാളിനെ വിളിച്ചപ്പോൾ എനിക്ക് അവിടെ വാർഡൻ നമ്പർ അയച്ചു തന്നു. അത് എച്ച്.ഒ.ഡിയിലായിരുന്നു. അപ്പോഴെനിക്ക് കണ്ണമൂലയുണ്ടെന്ന ജോലി. ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഇയാളെന്നെ ശകാരിച്ചു. ഞാൻ ആരാണെന്ന് അറിയുന്നത്, ഞാൻ എച്ച്.ഒ.ഡിയാണ്. നിങ്ങൾ വിളിക്കേണ്ട പ്രിൻസിപ്പാൾ, എന്നെ എന്തിനു വിളിച്ചു? ഞാൻ പറയാം എനിക്ക് അറിഞ്ഞുകൂടെന്ന്, ഞാൻ നിതിന്റെ ഫാദറാണ്. അങ്ങനെ മേലിൽ വിളിക്കല്ലോ കേട്ടോ, ഇനി ഇവിടെ കട്ട് ചെയ്ത് വന്നു, എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പോയി. അത്ര ഒരു നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ ഇടപെടലാണ്, സൗമ്യമായിട്ടുള്ള രീതിയിലല്ല അദ്ദേഹം ഇടപെടുന്നത്. മാനസികമായി ഇവൻ തകർന്നിരിക്കുകയാണ് മോൻ. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. മിനിഞ്ഞാന്ന് രാത്രി ഇവിടെ ഒരു കൊച്ചിന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ കോളിൽ വന്നായിരുന്നു. നല്ല ഹാപ്പിയായിരുന്നു, നല്ലപോലെ സംസാരിക്കുകയൊക്കെ ചെയ്ത് നല്ല ഹാപ്പിയായിരുന്നു. ഞാൻ നാളെ വരുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇവിടെ ടാറ്റയൊക്കെ ഇന്ന് രാവിലെ എത്തേണ്ടതാണ്. ട്രെയിൻ ടിക്കറ്റ് വരെ എടുത്തേ. പിന്നെ എന്താണ് നടന്നതെന്ന് അറിഞ്ഞുകൂടാ.